ആ സ്റ്റേഷനിൽ ജോലി ചെയ്തത് ഒരാൾ മാത്രം, ഒരു ടെക്നീഷ്യൻ, ഒറ്റയ്ക്ക്. അവന്റെ ജോലി ലളിതം: മെഷീനുകൾ പരിശോധിക്കുക, ലോഗുകൾ എഴുതുക, ഒരാഴ്ചയിൽ ഒരിക്കൽ ശബ്ദമയക്കുക. ഓരോ വെള്ളിയാഴ്ചയും രാത്രി 9 മണിക്ക് അവൻ ഒരേ വാചകം പറയും: സൗത്ത് സ്റ്റേഷൻ ഓപ്പറേഷണൽ, എവറിത്തിങ് നോർമൽ. 6 വർഷം, ഒരേ ശബ്ദം, ഒരേ സമയം, ഒരേ ശ്വാസം. പിന്നെ ചെറിയ മാറ്റങ്ങൾ. 1997 ആഗസ്റ്റ് 14 വെള്ളിയാഴ്ച രാത്രി 9 മണി. ശബ്ദം വന്നു, പക്ഷേ മുമ്പത്തെ പോലെയല്ല. അവസാനം നിയമം ലംഘിച്ച അവൻ പറഞ്ഞു: ഇഫ് ഐ ഡോണ്ട് ആൻസർ നെക്സ്റ്റ് വീക്ക്, ഡോണ്ട് സെൻഡ് എനിവൺ എലോൺ. ലൈൻ മുറിഞ്ഞു. അടുത്ത വെള്ളിയാഴ്ച ശബ്ദം വന്നില്ല. ആ ശബ്ദം അവസാനമായി കേട്ടത് അതായിരുന്നു. അവൻ മുന്നറിയിപ്പ് നൽകി, പക്ഷെ വൈകിപ്പോയി. 3 ദിവസം കഴിഞ്ഞ് ഒരു ടീം എത്തി. വാതിലടച്ചിരിക്കുന്നു. അകത്തുനിന്ന് പൊളിച്ചു കയറുന്നു. സ്റ്റൗവിൽ ഭക്ഷണം ഇനിയും ചൂട്. കിടക്ക ക്രമത്തിലുണ്ട്. ബൂട്ടുകൾ കൃത്യമായി വെച്ചിരിക്കുന്നു. മനുഷ്യൻ മാത്രമല്ല. പുറത്ത് കാൽപ്പാടില്ല, രക്തമില്ല, പോരാട്ടമില്ല. അവൻ ഇവിടെ നിന്ന് നടന്നു പോയിട്ടില്ല. റേഡിയോ ലോഗുകൾ പരിശോധിച്ചു. അവസാന ട്രാൻസ്മിഷനിൽ ഒരു സിഗ്നൽ, അതേ ഫ്രീക്വൻസി, അതേ ശബ്ദം. പക്ഷെ അവൻ സംസാരിച്ചിരുന്നില്ല. കൺസോളിന് കീഴിൽ ഒരു നോട്ട്ബുക്ക്. ഞാൻ സംസാരിക്കാത്തപ്പോൾ അത് മറുപടി പറയുന്നു. എന്റെ സമയം അറിയുന്നു, എന്റെ ശബ്ദം പഠിക്കുന്നു. ഓഡിയോ എഞ്ചിനീയർമാർ പറഞ്ഞു, ആ പ്രതികരണ സിഗ്നൽ ഈ മുറിക്കുള്ളിൽ നിന്നാണ്. അവിടെ രണ്ടാമത്തെ റേഡിയോ ഇല്ലായിരുന്നു. 48 മണിക്കൂറിനകം സ്റ്റേഷൻ സീൽ ചെയ്തു. മെഷീനുകൾ മാറ്റി. മാപ്പിൽ നിന്നും മായ്ച്ചു കളഞ്ഞു. സർക്കാർ പറഞ്ഞു, ആരോഗ്യ പ്രശ്നം, പരിസ്ഥിതി സമ്മർദ്ദം. രണ്ടാമത്തെ ശബ്ദത്തെക്കുറിച്ച് ഒരു വാക്കുമില്ല. റേഡിയോ ലോഗുകൾ അപൂർണം. ഓഡിയോ ടോപ്പുകൾ അദൃശ്യമായി. ഒരു ടെക്നീഷ്യൻ ടോപ്പ് കോട്ട ശേഷം രാജിവെച്ചു. അവൻ പറഞ്ഞു, അവസാന ശബ്ദം ഭയപ്പെട്ടതല്ല, അത് ആത്മവിശ്വാസമുള്ളതായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അതേ ഫ്രീക്വൻസിയിൽ ഒരു ടെസ്റ്റ്. സ്റ്റേഷനില്ല, പക്ഷെ മറുപടി വന്നു. അവൻ മരിച്ചു എന്ന് കരുതുന്നത് സൗകര്യപ്രദമാണ്, പക്ഷെ അവൻ പോയില്ലെങ്കിൽ, അല്ലെങ്കിൽ മാറിപ്പോയാൽ. ചില ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നത് പഠിക്കുന്നു. ചിലപ്പോൾ അവൻ നമ്മളാവാൻ ശ്രമിക്കുന്നു. അവൻ പോയി. ശബ്ദം തുടരുന്നു. കേൾക്കുന്നത് ഇനിയും നിങ്ങൾ തന്നെയാവാം.